തിരുസഭ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിലെ ആദ്യം വായിക്കുന്നതും വായിക്കേണ്ടതുമായ പുസ്തകം മാതാപിതാക്കളാണ്. ഇന്ന് തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവ് 30 വർഷം രഹസ്യ ജീവിതം ജീവിച്ചതിൻ്റെ ഒരു ഔട്ട്കമ്മാണ് നമ്മൾ കാണുന്ന പരസ്യ ജീവിതം. അതിനകത്ത് കർത്താവ് മരപ്പണി പഠിച്ചിട്ടുണ്ട്. സിനഗോഗിൽ നിന്ന് പ്രഘോഷിക്കാനും പ്രസംഗിക്കാനും കർത്താവ് പഠിച്ചിട്ടുണ്ട്. കർത്താവ് ആ 3 വർഷം കാണിച്ച അനുകമ്പയും കരുതലും സ്നേഹവും എല്ലാം കർത്താവിന് ഈ 30 വർഷം മാതാവ് ഔസപിതാവും മെനഞ്ഞെടുത്തതാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. നല്ല മാതാപിതാക്കൾ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ മെനഞ്ഞെടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് 100 മേനി വിളവ് തന്നെയാണ്. അപ്പോൾ ഇന്ന് തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ ചുറ്റുപാടും നമ്മുടെ ലോകത്തിലൊക്കെ ഒരുപാട് ബ്രോക്കൺ ഫാമിലീസ് കൂടി വരികയാണ്. അപ്പോൾ ഇന്നത്തെ വഴിവിട്ടു പോകുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളൊക്കെ കണ്ടിട്ട് തിരുക്കുടുംബം വിഷമിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത്, ഒരിക്കലും മാതാപിതാക്കൾ കതിരി കൊണ്ട് വളം വയ്ക്കരുത്. വിത്ത് പാകുമ്പോൾ തന്നെ വളം വയ്ക്കണം. കാരണം കുഞ്ഞുങ്ങളെ ജനിക്കുന്ന നാൾ മുതലേ അവരെ ശിക്ഷണത്തിൽ വളർത്തി അവരെ നല്ല രീതിയിൽ കൊണ്ടുവരട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിശുദ്ധരായ കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ. അങ്ങനെ നല്ലൊരു തിരുക്കുടുംബമായി മാറട്ടെ. ഈ ലോകത്തിൽ ഏത് കപ്പലിൽ പോയാലും അതിൻ്റെ നങ്കൂരം ഇടേണ്ടത് കുടുംബത്തിലായിരിക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കളും ഔസപിതാവും മേരിയേയും പോലെ നല്ല മാതാപിതാക്കളായി നല്ല മാതൃക കൊടുത്ത് മക്കളെ വളർത്താൻ ശ്രമിക്കുക. അങ്ങനെ സ്വർഗത്തിൽ മറ്റൊരു തിരുക്കുടുംബമാകാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളെ എല്ലാ കുടുംബങ്ങളെയും സമൃദ്ധമായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് തിരുക്കുടുംബത്തിൻ്റെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. ആമേൻ.